നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകളെ ഒരു വിനോദ ഉപാധിയായി മാത്രം കാണുന്ന പ്രശ്നം അതീവ ഗുരുതരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ പറയുകയാണ്. കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ സർക്കാർ ബഹുമാനിക്കുന്നു എന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ നിരീക്ഷണങ്ങൾ പറഞ്ഞത്. റിപ്പോർട്ടിൽ പേരുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നടപടി സ്വീകരിക്കാമെന്നും മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും നടപടികൾ ഉണ്ടാകുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 3 ദിവസത്തിനു ശേഷവും റിപ്പോർട്ട് പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് ആവർത്തിച്ചു പറയുകയാണ് അമ്മയും ഫെഫ്കയും അടക്കം സംഘടനകൾ. പൊതു അഭിപ്രായം പറയണമെങ്കിൽ യോഗം കൂടണമെന്നും നിലപാടെടുത്തു. അതിനിടയിലാണ് സിനിമാ പ്രവർത്തകർ തന്നെ ശക്തമായി രംഗത്തു വരികയാണ്. നിശബ്ദത പരിഹാരമല്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ വന്ന മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സമീപിക്കണമെന്നും അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും സംവിധായകൻ ഡിജോ ജോസ് പല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിനിടയിൽ നടികളായ സജിത മഠത്തിലും ജോളി ചെറിയത്തുമടക്കം ലിജോയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സംഘടനകളുടെ മൗനത്തിനെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസും രംഗത്തു വന്നു. ഇനിയും മൗനം തുടർന്നാൽ പൊതുസമൂഹം സിനിമാ പ്രവർത്തകരെ കല്ലെറിയുമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിയതിൽ വിവാദവും ശക്തമാവുകയാണ്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നത്. റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കി. ആകെ 129 പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയത്. ഇത് ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടത്. 21 പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. ഇതിന് വിരുദ്ധമായാണ് സർക്കാരിന്റെ വെട്ടിനീക്കൽ. സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചുവെന്നാണ് ആക്ഷേപം. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഈ ഭാഗം ഒഴിവാക്കുന്നത് വ്യക്തമാക്കിയിരുന്നില്ല. സ്വകാര്യതയെ മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന സർക്കാർ വിശദീകരണം വരികയാണ്. സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം.